അതൊരു രാഷ്ട്രീയ ചോദ്യമായി കുറച്ചുനാളായി അന്തരീക്ഷത്തിലുണ്ട്. കേരളം പോലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം നിത്യച്ചെലവിന് പണമില്ലാതെ പാപ്പരായാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടോ എന്ന ചോദ്യം. അതിനൊരു ഉത്തരം തേടാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഒരു നിയമമോ നിയമോപദേശമോ അല്ലെന്ന മുൻകൂർ ജാമ്യത്തോടെ തുടങ്ങാം. കേരളം നിത്യച്ചെലവിന് പണമില്ലാതെ വലയുകയും ശമ്പളവും മരുന്നുകളും പോലും മുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഭരണം ഏറ്റെടുത്തേക്കുമെന്ന തരത്തിലുള്ള കിംവദന്തികളാണ് ചിലയിടങ്ങളിലെങ്കിലും ഉള്ളത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലടക്കം വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356 അതാണ് ആ നിയമം. ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം, അത് എത്ര നാൾ തുടരണം, അടുത്ത നടപടി എന്തായിരിക്കണം എന്നെല്ലാം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 356 5 സാഹചര്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതിക്ക് ഭരണം ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന് നിയമത്തിൽ പറയുന്നു. ആദ്യത്തേത്, ഒരു തിരഞ്ഞെടുപ്പോ രാഷ്ട്രീയ പ്രതിസന്ധിയോ കഴിഞ്ഞ് ഗവർണർ നിർദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ ഭൂരിപക്ഷമുള്ള കക്ഷിക്ക് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ വന്നാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. 2, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഗവർണർ നിർദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാതെ വന്നാൽ രാഷ്ട്രപതി ഭരണം വരും. 3ാമത്തേത്, അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ഗവർണർക്ക് രാഷ്ട്രപതി ഭരണത്തിനായി ശുപാർശ ചെയ്യാം. 4ാമത്തേത്, യുദ്ധം, പകർച്ചവ്യാധി, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം തിരഞ്ഞെടുപ്പ് നീണ്ടുപോയാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. 5ാമത്തേത്, ഇതൊന്ന് മനസ്സിൽ കുറിച്ച് വെക്കണം, ആവശ്യം വരും. ഒരു സംസ്ഥാനത്തെ ഭരണകക്ഷിക്കും അതിന്റെ തലവനായ മുഖ്യമന്ത്രിക്കും ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാം. ഈ 5ാമത്തെ സെക്ഷനിലാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. ഒരു സംസ്ഥാനത്തെ സർക്കാരിന് ഭരണഘടനാപരമായ ചുമതലകൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. സർക്കാർ ക്രമസമാധാന പാലന രംഗത്തോ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നിടത്തോ സാമ്പത്തിക രംഗത്തോ പരാജയപ്പെടുന്നതിനെയാണ് ഈ 5ാമത്തെ സെക്ഷൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ സ്വാഭാവിക ചോദ്യം ഉയർന്നു വരും. പാപ്പരാവുക എന്ന് പറഞ്ഞാൽ സർക്കാർ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുക എന്നല്ലേ? അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രപതി ഭരണം വരേണ്ടതല്ലേ? എന്നാൽ ഇതത്ര ലളിതവും നേരെ കിടക്കുന്ന കാര്യവുമല്ല എന്നതാണ് ഉത്തരം. ആദ്യത്തെ കാര്യം, ഇതുവരെ 356 വകുപ്പ് പ്രകാരം ഇന്ത്യയിൽ സാമ്പത്തിക കാരണങ്ങളാൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നിട്ടില്ല എന്നതാണ്. നവനിർമ്മാണ ആന്തോളൻ പ്രക്ഷോഭത്തിന് ശേഷം 1976 മാർച്ച് 12 ഗുജറാത്ത് വിധാൻസഭയിൽ ബജറ്റ് പാസ്സാകാതിരുന്നതിനെ തുടർന്ന് കോൺഗ്രസിന്റെ ബാബുഭായ് പട്ടേൽ സർക്കാരിനെ പിരിച്ചുവിട്ട് ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ സാമ്പത്തിക കാരണങ്ങളെക്കാൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 133 തവണ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ മിക്കതിലും കാരണം ഭൂരിപക്ഷം നഷ്ടപ്പെടലും അടിയന്തരാവസ്ഥയും വിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ടതും ക്രമസമാധാന രംഗത്തെ പരാജയവുമായിരുന്നു. എവിടെയും സംസ്ഥാനം പാപ്പരായതിന്റെ പേരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടില്ല. കേരളത്തിൽ ഇതുവരെയായി 4 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തേത്, ലോകത്തിൽ ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാരിനെ പുറത്താക്കിയ 1959 ജൂലൈ 31 പ്രഖ്യാപനമായിരുന്നു. തുടർന്ന് 206 ദിവസം കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വന്നു. 1964 സെപ്റ്റംബർ 10 രണ്ടാമത്തെ രാഷ്ട്രപതി ഭരണം. R ശങ്കറിന്റെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ശേഷം 2 വർഷവും 177 ദിവസവും കേരളത്തിൽ രാഷ്ട്രപതി ഭരണമായിരുന്നു. 1970 ആഗസ്റ്റ് 1 അച്യുതമേനോൻ സർക്കാരിനെ പിരിച്ചുവിട്ട് ആർട്ടിക്കിൾ 356 പ്രകാരം കേരളത്തിൽ 64 ദിവസത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. കേരളത്തിലെ 4ാമത്തേതും അവസാനത്തേതുമായ രാഷ്ട്രപതി ഭരണം സംഭവിച്ചത് 1979 ഡിസംബർ 1 CH മുഹമ്മദ് കോയ നേതൃത്വം നൽകിയ സർക്കാരിനെ പിരിച്ചുവിട്ടാണ് അന്ന് 55 ദിവസം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. അപ്പോൾ നിർണായകമായ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. നിലവിൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയും വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടും ഉപയോഗിച്ച് ഒരു രാഷ്ട്രപതി ഭരണത്തിന് ഗവർണർക്ക് ശുപാർശ ചെയ്യാനാകുമോ എന്ന ചോദ്യം ഇല്ല എന്ന വ്യക്തമായ ഉത്തരമാണ് ഇപ്പോൾ നൽകാനാവുക. കാരണം റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും നിർണയിച്ച മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കടമെടുത്തിരിക്കുന്നത്. പിന്നെ അത്ര പാപ്പരല്ല കേരളം എന്ന യാഥാർത്ഥ്യവും മനസ്സിലാക്കണം. എടുത്താൽ പൊന്താത്ത ആസ്തി ഇപ്പോഴും കേരള സംസ്ഥാനത്തിന് സ്വന്തമായുണ്ട്. സർവീസ് സെക്ടറിൽ കേരളം ഉദാരമായി തങ്ങളുടെ ജനതയെ സഹായിക്കുന്നതിനാലാണ് സാമ്പത്തികമായ ഞെരുക്കം തൽക്കാലമുള്ളതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കി ഡൽഹിയുടെ ഭരണ തലസ്ഥാനം ജയിലിലേക്ക് മാറ്റാൻ ധൈര്യം കാണിച്ച കേന്ദ്ര സർക്കാരാണ് നിലവിലുള്ളത് എന്ന യാഥാർത്ഥ്യവും മറയ്ക്കാൻ സാധിക്കില്ല. ഏതായാലും നിലവിലെ സാഹചര്യം ശാന്തമാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചൂടുപിടിക്കുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പ്രവചനാതീതമാണെന്നും കരുതപ്പെടുന്നു.